അമേരിക്കൻ സൈന്യത്തിലെ ഒരു ധീരനായ പട്ടാളക്കാരൻ. ഇന്ന് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അദ്ദേഹം ചെയ്ത യുദ്ധങ്ങളുടെ പേരിലല്ല, മറിച്ച് അദ്ദേഹം ചെയ്യാൻ വിസമ്മതിച്ച യുദ്ധങ്ങളുടെ പേരിലാണ്. ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് നിശബ്ദനായി നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്വന്തം സഹപ്രവർത്തകരോട് പറഞ്ഞു, നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് എനിക്ക് നിങ്ങളുടെ ഭാഗം ചേരാനാവില്ല. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ സഹപ്രവർത്തകർ തല്ലി ഒടിച്ചു. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, എൻ്റെ കൈകൾ ഇവർ ഒടിച്ചു കളഞ്ഞാലും എൻ്റെ ആത്മവിശ്വാസമോ മനസാക്ഷിയോ ഒരിക്കലും ഒടുങ്ങി പോകാൻ പാടില്ല. ഈ US മിലിറ്ററി ഉദ്യോഗസ്ഥൻ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്, അതും മനുഷ്യത്വത്തിന് വേണ്ടി. പലപ്പോഴും പല രാജ്യങ്ങളും ചിന്തിക്കുന്നത് പട്ടാളക്കാരൻ എന്ന് പറയുന്ന വാക്കുകൾ അനുസരിക്കുക മാത്രം ചെയ്യുന്നവനാണ് എന്നാണ്. പക്ഷേ ഇദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മെസ്സേജുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അത് ലോകത്തോട് പറയാതെ പറഞ്ഞു. ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയാവണം. ആജ്ഞകളേക്കാൾ നാം വില നൽകേണ്ടത് മനുഷ്യത്വത്തിനാണ് എന്ന് അമേരിക്കൻ മിലിറ്ററിയെ പോലും മനസാക്ഷിയോടെ ഓർമ്മിപ്പിച്ചു. അധികാരത്തേക്കാൾ നീതിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരാണ് യഥാർത്ഥ പട്ടാളക്കാരൻ എന്ന് ഇദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം മനുഷ്യരാണ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ. സ്വന്തം നിലപാടുകൾക്ക് വേണ്ടി നിങ്ങളുടെ എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഈ ധീരതയെ ലോകം അറിയട്ടെ.